സൂപ്പർ പടമായിരുന്നു, നല്ല ത്രില്ലിംഗ് പടമായിരുന്നു. എന്താ പറയുക, സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേയേറെ കാര്യങ്ങൾ. ഏത് എല്ലാവരും പൊളിയാണ്. ബാബു ആൻ്റണി പൊളിയായിരുന്നു. ബാബു ആൻ്റണിക്കൊക്കെ ഒരു ചെറിയ റോളാണെങ്കിൽ പോലും ആ റോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലക്ഷ്മി റോയിയുടെ ആ ഒരു IPS റോളും റിയാസ് ഖാൻ്റെ ഒരു കൊള്ളാം, അടിപൊളിയായിരുന്നു, പൊളിയായിരുന്നു. പടം കൊള്ളാം, നല്ല രസമാണ്. ഇന്റർവെല്ലിന് ശേഷം ട്വിസ്റ്റ് ഉണ്ട്. എടുത്തു പറയാനുള്ള എന്താണ്, ആരുടെ ക്യാരക്ടറാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? തുടക്കം തന്നെ ആ ഹീറോന്റെ ആക്ഷൻ സീനൊക്കെ കൊള്ളായിരുന്നു. ക്ലൈമാക്സിൽ പ്രെഡിക്റ്റ് ചെയ്തില്ല, പക്ഷെ സെറ്റായിരുന്നു പടം. കൊള്ളാം. റിയാസ് ഖാൻ സൂപ്പർ, സെറ്റായിരുന്നു പടം. കൊള്ളാം, കുഴപ്പമില്ല. മേക്കിംഗ് ഒക്കെ നല്ല മേക്കിംഗ് ആണ്. ഇപ്പോൾ ഡയറക്ഷൻ സൈഡൊക്കെ നോക്കുവാണെങ്കിൽ അടിപൊളിയാണ്. സുരേഷ് ബാബു എന്ന് പറയുന്ന ഒരാൾ നല്ല രീതിയിൽ തന്നെയാണ് പടം എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ നായകന് അത്ര വലിയ പ്രാധാന്യം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൂടുതലും തോന്നിയിരിക്കുന്നത് മറ്റേ അന്വേഷണ ഉദ്യോഗസ്ഥയായിട്ടുള്ള ഐശ്വര്യ റായ് അല്ലേ, റായ് ലക്ഷ്മി തിരിച്ചുപോയി. അവരെയാണ് കൂടുതൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ തലവൻ എന്നുള്ള രീതിയിൽ അവരാണ് കൂടുതൽ ഇതിനകത്തുള്ളത്. അപ്പം നായകന് അത്ര വലിയ പ്രാധാന്യം കൊടുക്കില്ല. എന്നാലും നായകൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ പുള്ളിയുടെ ആ ഒരു ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ്. കൊലപാതക രീതികളൊക്കെ ഇതുവരെ അങ്ങനെ കാണിക്കാത്ത കുറച്ചുകൂടെ ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള രീതിയിലൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ എന്നാലും അങ്ങോട്ടൊന്നും ഒരു സാധാരണ ഒരു ഇൻവെസ്റ്റിഗേഷൻ കാണുന്ന ഒരു ഫീല് ശരിക്കും സത്യം പറഞ്ഞാൽ അങ്ങോട്ട് കിട്ടിയില്ല. പുള്ളി അടിച്ചു കയറി വന്നു എന്ന് വേണമെങ്കിൽ പറയാൻ. നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആ ഉള്ള സമയത്തിൽ പുള്ളി നല്ല രീതിയിൽ തന്നെ അത് നല്ലതായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പടം കൊള്ളാം, ഒരു ക്രൈം ത്രില്ലറായിരുന്നു. പ്രഡിക്റ്റബിൾ ആണ് എങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഒരു 1 day വാച്ചബിളായിട്ട് കാണാം. സ്റ്റൺസ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ആരുടെ റോളാണ് കൂടുതലായിട്ടൊരു ഇത് തോന്നിയത്? റിയാസ് ഖാൻ പുള്ളിക്ക് സ്ക്രീൻ സ്പേസ് വളരെ കുറവായിട്ട് എനിക്ക് തോന്നി. കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നല്ല ക്രൈം ത്രില്ലറായിട്ടുള്ള നല്ല ആദ്യം മുതൽ അവസാനം വരെ അടിപൊളിയായിരുന്നു. മനസ്സിന് നല്ല സന്തോഷം എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് ആ ശിക്ഷ കിട്ടുന്നുണ്ട്. അങ്ങനെ നല്ല മൂവിയായിരുന്നു.